ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാമിതാംശ്ച. हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള കഥകളും നമ്മൾ ആ ഒരു തത്വം പഠിക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും അതുമായിട്ട് സംബന്ധിക്കുന്ന റിലേഷനുള്ള കഥകൾ നമ്മൾ പഠിച്ച് ആ തത്വത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ എത്ര ശ്ലോകങ്ങൾ പഠിച്ചു ഇതുവരെ? 4 പഠിച്ചു. 4. യാ എന്ന് വെച്ച് തുടങ്ങുന്ന 4 ശ്ലോകങ്ങൾ പഠിച്ചു അല്ലേ? അതെ. ഇന്ന് നമ്മൾ 5ാമത്തെ ശ്ലോകം പഠിക്കുന്നു. ഈ ശ്ലോകവും യാ എന്ന് തന്നെയാണ് തുടക്കം. യാ എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ശ്ലോകം 21, അധ്യായം 3. കഴിഞ്ഞ 4 ശ്ലോകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓരോന്നായിട്ട് പറയൂ. ശ്ലോകം നമ്പർ 9:27. താങ്ക് യു. ഇനി പറഞ്ഞവർ പറയണ്ട, പറയാത്തവരാരെങ്കിലും. അടുത്ത ശ്ലോകം. അധ്യായം 3, ശ്ലോകം 13. യജ്ഞശിഷ്ടാശ്നസന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജന്തേ ത്വകം പാപായേ പചന്ത്യാത്മകാരണാത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, താങ്ക് യു. 2, 3ാമത്തെ ശ്ലോകം 17. യുക്താഹാരവിഹാരസ്യ യുക്തലക്ഷ്യസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ.
ഓക്കെ, ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധ്യായം 3 ശ്ലോകം 9. ഉം. ഹരേ കൃഷ്ണ. യജ്ഞാത്താത് കർമ്മണോ നിവൃത്ത ലോകായം കർമ്മബന്ധനം തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഹരേ കൃഷ്ണ പ്രഭുജി. വെരി ഗുഡ്. നമ്മൾ 4 ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം ഏതെങ്കിലും ആർക്കെങ്കിലും ക്ലൂ ഉണ്ടോ? യാ എന്ന് വെച്ച് തുടങ്ങുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ. യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ അല്ല ക്ലാസ്സിൽ പ്രഭു, പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പൊ ശ്ലോകം നമ്പർ പറഞ്ഞതുകൊണ്ട് പറഞ്ഞോ. ഓക്കെ, ഞാൻ പറഞ്ഞു. ഇത് ശരിയാണ്, ഇന്ന് പറഞ്ഞു. കറക്റ്റ്. യദ്യത് ആചരതി ശ്രേഷ്ഠ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ ഈ ശ്ലോകം മനസ്സിലാക്കുക, അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ശ്ലോകം 21, അധ്യായം 3. പുസ്തകം ഉള്ളവർ, ഭഗവത്ഗീത യഥാരൂപം ഉള്ളവർ എടുത്തു കയ്യിൽ വെച്ചോളൂ. ശ്ലോകം ഞാൻ 3 പ്രാവശ്യം ശ്ലോകം ഞാൻ വായിക്കും. അതിനുശേഷം 5 ഭക്തർക്ക് ശ്ലോകം വായിക്കാം. ഓരോരുത്തരായിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണം. അതേപോലെ അതിനുശേഷം വിവർത്തനം ഭാവാർത്ഥം നമുക്ക് വായിക്കാം. ഓക്കെ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തത് ഏവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തത് ഏവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തത് ഏവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓ നമോ ഭഗവതേ വാസുദേവായ. വായിക്കട്ടെ? വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 21. യദ്യദ്ധാചരതി ശ്രേഷ്ഠ തദേവ തരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്താദനുവർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തദേവ തരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദ് അനുവർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. യദ്യദ്ധാചരതി ശ്രേഷ്ഠസ്തദ്ദേവേതരോ ജനഃ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. വായിക്കൂ. യദ്യത്താചരതി ശ്രേഷ്ഠ തത്തോ ദേവതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? വേറെ ആർക്കെങ്കിലും വായിക്കാം? ഹരേ കൃഷ്ണ. ഉം. യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തനു വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആരെങ്കിലും? യെസ്, വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധനലക്ഷ്മി മാതാജി, വായിക്കൂ. യദ്യദ്ധാചരതി ശ്രേഷ്ഠ തദ്ദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ വായിച്ചോളൂ. കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ തരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വരൂ മുന്നോട്ട്. ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട്. ആദ്യം ശശികുമാർ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? ആ പ്രഭു വായിക്കൂ.
ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യതാചരതി ശ്രേഷ്ഠ തദ്ദേവതോ ദേവതരോ ജനഃ സായത്തമാനം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇനി വേറെ ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. നിഖില മാതാജി ആദ്യം വായിക്കൂ. ഹരേ കൃഷ്ണ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്ദുമുഖി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആരാണ്? മല്ലിക മാതാജി വായിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കൂ. പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. യദ്യദാചരതി ശ്രേഷ്ഠസ്തദ്ദേവതാ തത്തദേവതമോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദന്യവർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. ഇനിയുണ്ടോ ആരെങ്കിലും? പറയൂ. ഹരേ കൃഷ്ണ. ഭാരതി അമ്മ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. വെരി ഗുഡ്. അംബിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യദ്യദാചരതി ശ്രേഷ്ഠ സതത്തേവതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ ഹരേ കൃഷ്ണ. ഷോജി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യദ്യത് ആചരതി ശ്രേഷ്ഠ തദ്ദേവേതരോ ജനാഃ സായത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീജ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. വെരി നൈസ്. സോ ഓക്കെ. ഗീത മാതാജി വായിച്ചോളൂ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എല്ലാവർക്കും വായിക്കാൻ കാര്യം ഇപ്പോൾ നോക്കൂ, എത്ര പേര് വായിച്ചു. കുറേ പേർക്ക് ഓൾറെഡി ഇത് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കൂടുതൽ കേൾക്കുമ്പോൾ ഇതാണ് ടെക്നിക്ക്. ശ്ലോകം പഠിക്കാനുള്ള ടെക്നിക്ക് എന്താ? കൂടുതൽ കേൾക്കുക, വായിക്കുക, റിപ്പീറ്റ് ചെയ്യുക. സോ നമ്മൾ പഠിക്കുന്ന ശ്ലോകം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കും. യെസ്, കാണാതെയാവും, കാണാപ്പാടം പഠിക്കാൻ പറ്റും. യെസ്, ഗീത മാതാജി ചൊല്ലു. യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ശ്ലോകത്തിലെ അർത്ഥം, വിവർത്തനത്തിന് മുമ്പ് ശ്ലോകത്തിൻ്റെ ആ വേർഡ് ടു വേർഡ് മീനിങ്ങും വായിക്കൂ, അതുപോലെ വിവർത്തനം കൂടെ വായിക്കൂ. വേറെ ആരെങ്കിലും? ശ്രേഷ്ഠനായ നേതാവ് യാതൊന്നിനെ അല്ലെങ്കിൽ ഏതേത് കർമ്മത്തെ ആചരിക്കുന്നു, ഇതരമായ ജനവും തത് ഏവ ആചരതി അതിനെ തന്നെ ആചരിക്കുന്നു, സ അദ്ദേഹം യാതൊന്നിനെ പ്രമാണം ഉദാഹരണമാക്കി കുരുതേ ചെയ്യുന്നുവോ
തത് അതിനെ, ലോകഃ ലോകം, അനുവർത്തതെ പിന്തുടരുന്നു. വിവർത്തനം: ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഹരികൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം കൂടെ വായിക്കൂ. വേറെ ആരെങ്കിലും വായിച്ചോളൂ ഭാവാർത്ഥം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: പ്രായോഗികമായി നല്ല പ്രവൃത്തികളെ സമൂഹത്തെ ഉദ്ബുദ്ധമാക്കുവാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. പുകവലിക്കുന്ന നേതാവിന് മറ്റുള്ളവരെ ഉപദേശിച്ച് വരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. ഉപദേശിക്കാൻ തുനിയുന്നതിന് മുമ്പ് ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യനെന്ന ഉത്തമ ഗുരുവെന്നും പറയാം. സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗുരു ശാസ്ത്രവിധിക്കനുസരിച്ച് ജീവിക്കണം. അംഗീകൃതങ്ങളായ വേദോക്ത പ്രമാണങ്ങൾക്കെതിരായി അയാൾ സ്വയം നിയമങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളതല്ല. സംഹിത മുതലായവ സ്മൃതി ഗ്രന്ഥങ്ങളാണ് മനുഷ്യ വർഗത്തിന്റെ പ്രാമാണിക രേഖകളായി ഗണിക്കപ്പെടുന്നത്. നേതാക്കളുടെ ഉപദേശങ്ങൾ ധർമ്മഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. സ്വയം മേന്മ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉത്കൃഷ്ടരായ ആചാര്യന്മാർ അനുഷ്ഠിച്ച് വന്നിരുന്ന നിയമങ്ങൾ അനുസരിക്കണം. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടേ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറുവാൻ കഴിയൂ എന്ന് ശ്രീമദ് ഭാഗവതം ഊന്നി പറയുന്നുണ്ട്. രാജാവ് അഥവാ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചവരാകണം. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം, വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. യദ് ആചരതി ശ്രേഷ്ഠസ് തത് ഏവേതരോ ജന. എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? യദ് ആചരതി. യദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദ് ആചരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ആചരിക്കുന്ന കാര്യം, അതായത് ആര് തത് ഏവേതരോ ജന, അതായത് പ്രധാനപ്പെട്ട ശ്രേഷ്ഠരായിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവർ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന സ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൈഡ്, കുറച്ച് സീനിയറായിട്ടുള്ളവർ, ശ്രേഷ്ഠർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാന്യനായിട്ടുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ള ആളുകൾ ആചരിക്കുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? തത് ഏവേതരോചന. അവരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെയുള്ളവർ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു കാര്യം ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, കുട്ടികൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് കാര്യങ്ങൾ? കുട്ടികൾ ആദ്യം പഠിക്കുന്നത് സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ്. അച്ഛനും അമ്മയും എങ്ങനെയാണോ, അച്ഛനും അമ്മയിൽ നിന്നാണ് ആദ്യം പഠിക്കുന്നത്. നല്ല ശീലങ്ങൾ പഠിക്കുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളും അച്ഛനും അമ്മയിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ അതും പഠിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പെരുമാറണം. മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളുടെ മുമ്പിലിരുന്നിട്ട് പുകവലിക്കുന്നവർ, മദ്യപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു വലിയൊരു ക്രെഡിറ്റായിട്ട് എടുക്കുന്നവരുണ്ട്. അതായത് നമ്മളിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് മകൻ്റെ കൂടെ മദ്യപിക്കുന്നു, മുതിർന്ന മകൻ, ചെറിയ കുട്ടിയല്ല, ഇപ്പോൾ കോളേജിലായിട്ടുള്ള കുട്ടിയോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളതോ, മകൻ്റെ കൂടെ മദ്യപിക്കുന്നത്, അച്ഛനും മകനും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു, പുകവലിക്കുന്നു. ഇതൊക്കെ വലിയൊരു വലിയൊരു ക്രെഡിറ്റായിട്ട് പറയുന്നവരുമുണ്ട്. ഞങ്ങൾ ഭയങ്കര ഫ്രീ ആണ് വീട്ടിൽ, കൂട്ടുകാരെ പോലെയാണ്. ഇതൊക്കെയാണോ ആചരണം? ഇങ്ങനെയാണോ ആചരണം വേണ്ടത്? ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നോക്കിയിരിക്കുകയാണ്. ആ കുട്ടികളുടെ സ്വഭാവം
പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 12-13 വയസ്സ് വരെയുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാര്യം ആ സമയത്ത് അവർ എന്താണോ കാണുന്നത് ചുറ്റും, അതാണ് അവരുടെ സ്വഭാവമായി മാറുന്നത്. സ്പോഞ്ച് പോലെയാണ് അവരുടെ ഹൃദയം. പ്രത്യേകിച്ചും ആ സമയത്ത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം അവർക്കായിട്ടില്ല. അച്ഛനും അമ്മയും ചെയ്യുന്നത് കാണുന്നത് എന്താണ്, അവർ ചെയ്യുന്നത് എന്താണോ അത് അവർ ഫോളോ ചെയ്യും ഓട്ടോമാറ്റിക്കലി. അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും അതും അവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനും ചെയ്യേണ്ടതാണെന്ന് ഓട്ടോമാറ്റിക്കലി അവർക്കും തോന്നും. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും തമ്മിൽ വാക്കുതർക്കമുണ്ട്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിന് ബാധിക്കും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാനസികാവസ്ഥയ്ക്ക് ബാധിക്കും. നമുക്കറിയില്ല. പല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടാവും നമ്മൾ. ഇങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ. കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കുറേ നേരം മൊബൈൽ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് തോന്നും ഇതൊരു സംഭവമാണെന്നുള്ളതും അവരും അത് ചെയ്യും. എന്ന് തിരിച്ച് ചോദിക്കുന്നറിയില്ല. അവരിപ്പോൾ ചോദിക്കും, അവരോട് നമ്മൾ റെസ്ട്രിക്ഷൻ പറയും, മൊബൈൽ തൊടാൻ പാടില്ല, ഗെയിം കളിക്കാൻ പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഗെയിം ആയിരിക്കില്ല കളിക്കുന്നുണ്ടാവുക, പക്ഷേ മൊബൈൽ അവരുടെ മുമ്പിലിരുന്ന് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് തോന്നും ഞാനും ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ കുട്ടികളോട് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടികൾ പഠിക്കുന്നത് അച്ഛനും അമ്മയിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇവിടെ പറയുന്നു, ഇവിടെ നമ്മൾ ഇതൊരു എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയാണ് കാര്യം. ലീഡർ അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ച് ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുട്ടികളുടെ ജനറലായിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആചരണം ശരിയല്ലെങ്കിൽ ആ തെറ്റായിട്ടുള്ള ആചരണങ്ങൾ ആര് ഫോളോ ചെയ്യുന്നു? താഴെയുള്ളവർ, അപ്പോൾ കുട്ടികൾ. ഇതേപോലെ തന്നെയാണ് സമൂഹത്തിലും. നല്ല രാജാവുണ്ടെങ്കിൽ, നല്ല രാജാവാണെങ്കിൽ, ഒരു ഭക്തനായിട്ടുള്ള രാജാവാണെങ്കിൽ, രാജഋഷി പോലുള്ള രാജാവാണെങ്കിൽ, ഉദാഹരണത്തിന് യുധിഷ്ഠിര മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവ്, അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ ഭക്തരായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള പ്രജകളെല്ലാവരും ആ പാത പിന്തുടരാൻ ശ്രമിക്കും. അപ്പോൾ അതാണ് ലീഡറിൻ്റെ ഒരു സ്ഥാനം, ശ്രേഷ്ഠരായിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി താഴെയുള്ളവർ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് നാച്ചുറലായിട്ടുള്ളൊരു ടെൻഡൻസി. അതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു സയത് പ്രമാണം കുരുത്തെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നല്ല ഉദാഹരണങ്ങളാവണം മറ്റുള്ളവരുടെ മുമ്പിൽ. എന്നാൽ നമ്മൾ നല്ല ഉദാഹരണമാകുമ്പോൾ ലോകസ്തത് അനുവർത്തതേ. അങ്ങനെ വരുമ്പോൾ താഴെ ബാക്കിയുള്ളവരെല്ലാവരും ആ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കും. ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അത് സ്റ്റാൻഡേർഡായി മാറുന്നു. അപ്പോൾ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ, വളരെ ബഹുമാന്യനായിട്ടുള്ളവർ, സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികൾ, അവരുടെ ക്യാരക്ടർ നന്നായിരിക്കണം, ബിഹേവിയർ നന്നായിരിക്കണം. അപ്പോൾ ഇതാണ് മറ്റുള്ളവർ കാണുന്നതും അവർ ഫോളോ ചെയ്യുന്നതും. അപ്പോൾ അവർ എക്സാമ്പിൾ ആവണം മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരു റോൾ മോഡലായി മാറണം. ഇതാണ് വേണ്ടത്. അത് സമൂഹത്തിൻ്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും വീട്ടിലെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും എവിടെയാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ ഒരു ശ്ലോകം എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. നമ്മുടെ വീട്ടിൽ ആപ്ലിക്കബിളാണ്. വീട്ടിൽ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരിയായിട്ടുള്ള ആചരണങ്ങൾ ചെയ്യണം എന്നുള്ളത്. കാര്യം താഴെയുള്ളവർ അത് കണ്ടാണ് പഠിക്കുന്നത്. ഓഫീസിലാണെങ്കിൽ ബോസ്, മാനേജറും ബാക്കി താഴെയുള്ളവരും, മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഡ്യൂട്ടിയാണ് അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ അവർ ചെയ്യുക. ആദ്യം അവർ പ്രോപ്പറായിട്ട് ചെയ്യുക. അവർ പ്രോപ്പറാണെങ്കിലല്ലേ താഴെയുള്ളവരെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. താഴെയുള്ളവരത് പഠിക്കുകയുള്ളൂ. അവരോ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ താഴെയുള്ളവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല. പിന്നെ അവരുടെ അടുത്ത് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അവനവൻ ചെയ്ത് കാണിക്കണം. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് എല്ലാവരെയും ലീഡ് ചെയ്യണം. അതായത് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു മുമ്പിൽ ഉണ്ടായാൽ മാത്രം പോരാ, അവനവൻ ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്താണ്, താഴെയുള്ളവർക്ക് ഇൻസ്പിറേഷൻ വരും. ഓഫീസിലാണെങ്കിലും സമൂഹത്തിൻ്റെ ലെവലിലാണെങ്കിലും രാജ്യമെടുക്കുവാണെങ്കിലും നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്
അദ്ദേഹത്തെ പിന്തുടരാൻ ഒരുപാട് പേരുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഏത് മേഖല എടുത്താലും നമുക്കറിയാം ഈ ഒരു ശ്ലോകം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നല്ല സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ, നല്ല ഒരു സമാധാനപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിൽ ഉള്ള ഒരു ലോകത്തെ വാർത്തെടുക്കണമെങ്കിൽ ആദ്യം മുകളിലുള്ള ആളുകളുടെ പരിവർത്തനം ആവശ്യമാണ്. അവർ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെയുള്ളവർ മാറേണ്ടതാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈവൻ മുകളിലുള്ള ആളുകളെ ഫോളോ ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും താഴെയുള്ളവർക്കില്ല. അത് വേറെ ഒരു പ്രോബ്ലം. ഇൻഡിപെൻഡൻ്റ് ആണ് എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ആരെയും ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, എത്ര വലിയ ആളായിക്കോട്ടെ. അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരുമുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ ശ്ലോകം നമ്മുടെ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. സമൂഹത്തെ നന്നാക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. നമ്മളാദ്യം ഫോളോ ചെയ്യുക, എന്നിട്ട് പറ്റുന്ന പോലെ നല്ല രീതിയിൽ നല്ലൊരു ഉദാഹരണമായി മാറുക മുന്നിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഭഗവാൻ പറയുന്നത്, ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവാൻ പറഞ്ഞു, ഭഗവാനും അത് ഫോളോ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഫോളോ ചെയ്യാതിരിക്കുന്നില്ല. അതാണ് അർജുനോട് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. ഓഫ്കോഴ്സ് ഭഗവാൻ ധർമ്മം ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവതാരമെടുക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ ഇവിടെ ക്ഷത്രിയ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ക്ഷത്രിയ കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതാരം വരുന്നത്. അദ്ദേഹം ഓട്ടോമാറ്റിക്കലി റൂളിംഗ്, അല്ലെങ്കിൽ ക്ഷത്രിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂളേഴ്സ്, ആ ഒരു രാജകുടുംബത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു എക്സാമ്പിൾ ആവണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്, ഭഗവാൻ എടുത്തു പറയുന്നു. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നു, ഞാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളൂ, ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ജനക മഹാരാജാവ് ചെയ്തിട്ടുണ്ട്, വേറെ ഒരുപാട് വരിഷ്ഠരായിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട്, അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ താഴെയുള്ളവർ എല്ലാവരും പ്രോപ്പറായിട്ട് അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹവും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ അദ്ദേഹം ആയുധമെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് മറ്റുള്ളവർക്ക് ഉദാഹരണമാവാൻ വേണ്ടി. അപ്പോൾ അർജുനോട് പറയുകയാണിത്, നീയൊരു നേതാവിൻ്റെ സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ്, നീ വലിയൊരു സ്ഥാനമുള്ള ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ്, നിന്നെ ഫോളോ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് നീ. അപ്പോൾ അതുകൊണ്ട് നീ നല്ലൊരു എക്സാമ്പിളായി മാറണം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു എക്സാമ്പിളായി മാറണം എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശ്ലോകത്തിൽ പറയുന്ന കാര്യം. എന്താണോ ശ്രേഷ്ഠരായിട്ടുള്ളവർ ചെയ്യുന്നത്, സാധാരണ ജനങ്ങൾ അത് ഫോളോ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ അവർ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്, അതാണ് മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, സമൂഹത്തിൽ നല്ല ഒരു നേതാവിനെ ആവശ്യമുണ്ട്. അവരുടെ സ്വഭാവത്തിലും അവരുടെ ആചരണത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ളൊരു ലീഡറാണ് വേണ്ടത്. കാര്യം അങ്ങനെയുള്ള ലീഡറിനെ ഫോളോ ചെയ്യുവാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ലീഡർ നന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂടെയുള്ളവരും നന്നാവും. എന്നിട്ട് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു, പുകവലിക്കുന്ന ഒരാൾ ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹം പുകവലിക്കുന്നു, എന്നാൽ മറ്റുള്ളവരോട് പറയുന്നു പുകവലി അപകടം പിടിച്ചതാണ്, പുകവലിക്കരുത് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇപ്പോൾ കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പുകവലിയുടെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡേഞ്ചറായിട്ടുള്ള കാര്യം സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന് വയ്ക്കുക. ടീച്ചർ പഠിപ്പിക്കുന്നു, അതേ ടീച്ചർ തന്നെ
ഇടവേള സമയത്ത് ഇൻ്റർവെല്ലിൽ പോയി സിഗരറ്റ് വലിക്കുകയാണെങ്കിലോ എന്ത് ലീഡറാണ് അദ്ദേഹം, എന്ത് ടീച്ചറാണ്. ടീച്ചറെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം ചെയ്യുന്ന കാര്യം വേറെ, പറയുന്നത് വേറെ. ആചരണമില്ല, എന്നാൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ, പക്ഷെ അദ്ദേഹം ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ശരിയായിട്ടുള്ളൊരു ലീഡറാവാൻ സാധിക്കില്ല, ശരിയായിട്ടുള്ളൊരു ടീച്ചറും ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു എന്ന് ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആചരിക്കുക, ആചരണം ആചരിച്ച് പ്രചരിപ്പിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയൂ അദ്ദേഹം. കൃഷ്ണാവബോധം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. യാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശ്. നിങ്ങൾ ആരെ കാണുന്നുണ്ടോ അവർക്ക് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ എന്നാണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ്റെ കലിയുഗത്തിലെ അവതാരമാണ്. കലിയുഗത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് വരുന്നത്. ഇത് ഒരു സീക്രട്ടായിട്ടുള്ള, ഗുഹ്യമായിട്ടുള്ള ഒരു അവതാരമാണ്. അതുകൊണ്ട് പലവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. പ്രത്യേകിച്ചും കേരളത്തിലുള്ള പലവർക്കും അറിയുന്നുണ്ടാവില്ല. എന്നാൽ ഇങ്ങനെ ഒരു അവതാരമുണ്ട്. അദ്ദേഹം 500 വർഷങ്ങൾ മുമ്പ് ഓൾറെഡി വന്നു. അദ്ദേഹത്തിൻ്റെ ലീലകൾ കഴിഞ്ഞ് തിരിച്ചുപോയി. അദ്ദേഹമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, നമ്മൾ ചൊല്ലുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ശാസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. എന്നാൽ അതിനെ പ്രചരിപ്പിക്കുന്നത്, നമ്മളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമാണ്. ശാസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനു മുമ്പും. കലിയുഗത്തിൻ്റെ ധർമ്മമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ ഒരു മഹാമന്ത്രം, ഹരിനാമം കലിയുഗത്തിലെ ധർമ്മമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. ശാസ്ത്രങ്ങളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിലെ ധർമ്മമാണ്. ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളുകൾ അത് വേണ്ട രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവതാരത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്നു. ആക്ച്വലി അദ്ദേഹം ഹരേകൃഷ്ണ മഹാമന്ത്രത്തെ എല്ലാവരിലേക്കും എത്തിച്ചു. കീർത്തനം, ഈ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നത്, ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്നതാണ് കലിയുഗത്തിലെ ധർമ്മമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചു അദ്ദേഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും കൃഷ്ണൻ വരുന്നത് ചൈതന്യ മഹാപ്രഭുവായിട്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നല്ലൊരു ടീച്ചറായിരുന്നു. കാര്യം അദ്ദേഹം ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രത്യേകത. ചൈതന്യ മഹാപ്രഭു പ്രചരിപ്പിച്ചപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാവരിലേക്കും എത്തിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് അദ്ദേഹം ഇത് പറഞ്ഞു. അങ്ങനെയല്ല ചെയ്തത്. എങ്ങനെ സങ്കീർത്തനം ചെയ്യണമെന്നുള്ളത് അദ്ദേഹം നേരിട്ട് അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കാണിപ്പിച്ചു കൊടുത്തു. അതാണ് ശരിയായിട്ടുള്ളൊരു ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം 24 വയസ്സിൽ സന്യാസം എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഹരേകൃഷ്ണ മഹാമന്ത്രവും ഭഗവാൻ, ഈ ശുദ്ധ ഭക്തി എന്ന് പറയുന്നത്, ഭക്തിയുത സേവനങ്ങളുടെ പ്രാധാന്യം, മഹാത്മ്യം, നാമത്തിൻ്റെ മഹാത്മ്യമൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ജീവിതം അദ്ദേഹം ഉപേക്ഷിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹം സന്യാസം എടുക്കുന്നു 24-ാമത്തെ വയസ്സിൽ. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അന്നത്തെ കാലത്ത് അദ്ദേഹം ഇന്ത്യ മുഴുവനും, അദ്ദേഹം സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ മുഴുവനും അദ്ദേഹം സഞ്ചരിച്ച് അവിടെയുള്ള എല്ലാവർക്കും കൃഷ്ണനാമം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് സങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തു, കൃഷ്ണനാമം അദ്ദേഹം കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, കാര്യം ഇദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ പോയി മിണ്ടാതിരിക്കുകയില്ല. അദ്ദേഹം കീർത്തനം ചൊല്ലിക്കൊണ്ട്, നാമം ചൊല്ലിക്കൊണ്ട് ആണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തനവും സങ്കീർത്തനത്തിൽ മറ്റുള്ളവർ പങ്കെടുക്കുന്നു, അങ്ങനെ അവർ പഠിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഐഡിയൽ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. കാര്യം അദ്ദേഹം കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് സങ്കീർത്തനം ചെയ്യേണ്ടത് എന്നുള്ളത്. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാന്റെ പ്രീതിക്കായി ആയിരിക്കണം നാമം ജപിക്കേണ്ടത്, കീർത്തനം ചെയ്യേണ്ടത് എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. കാര്യം ഒന്ന് ഭഗവാനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൃഷ്ണൻ്റെ ലീലയിൽ 5000 വർഷം മുമ്പ്
ദ്വാപരയുഗത്തിൽ അദ്ദേഹവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എക്സാമ്പിളായിട്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മഹാപ്രഭു ചെയ്ത ഇതാണ്. കൃഷ്ണൻ്റെ കാര്യം എടുത്താൽ, കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ 5000 വർഷങ്ങൾ മുമ്പ് അദ്ദേഹം ദ്വാരകയിലുള്ള സമയത്ത് അദ്ദേഹത്തിന് 16,108 ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ? ഇവരെല്ലാവരും രാജ്ഞിമാരാണ്. ഇവരെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്. നമ്മൾ വിചാരിക്കും കൃഷ്ണന് എങ്ങനെ ഇത്രയധികം ഭാര്യമാർ, അത് വേറൊരു കഥയാണ്. ആക്ച്വലി കൃഷ്ണൻ ഈ പറയുന്ന 16,108 ഭാര്യമാരിൽ കുറേ പേര് അതിൽ പറയുന്നു, അതിനു മുമ്പുള്ള യുഗത്തിൽ, ശാസ്ത്രങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അതിനു മുമ്പുള്ള യുഗത്തിൽ ഏതായിരുന്നു? ത്രേതായുഗത്തിൽ ദണ്ഡകാരണ്യത്തിൽ വെച്ച്, ദണ്ഡകാരണ്യ ഒരു കാടാണ്, അവിടേക്ക് ആ സ്ഥലത്തേക്ക് ശ്രീരാമനും സീതാദേവിയും അതേപോലെ ലക്ഷ്മണനും അവരുടെ വനവാസം സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് ആകർഷിതരാവുന്നു ആ ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിനുള്ള സന്യാസി അല്ലെങ്കിൽ സാധുക്കൾ, ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, നേരിട്ട് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ആഗ്രഹം വരുന്നു. എന്താഗ്രഹം വരുന്നു? ഇദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന്. ശ്രീരാമചന്ദ്രനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, ഒന്നുമില്ല അവർക്ക് ഭൗതിക തലത്തിൽ, ഒരു അട്രാക്ഷനും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ആളുകളാണ്. ഒരു തരത്തിലുള്ള ചെറിയൊരു ആകർഷണം പോലും ഭൗതിക തലത്തിൽ ഇല്ലാത്തവരാണ് ഈ പറയുന്ന ഋഷിവര്യന്മാർ, അവിടെ ഇരിക്കുന്നവർ. എന്നാൽ ഭഗവാനെ കണ്ടപ്പോൾ, ആ രൂപത്തെ കണ്ടപ്പോൾ അവർക്ക് ആകർഷണം തോന്നുന്നു ഭഗവാനോട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ കാര്യമാണ് അല്ലേ? അവർക്ക് വേറെ ഒന്നിനോടും അറ്റാച്ച്മെൻറ്റും അട്രാക്ഷനും തോന്നിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവർ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൂടെ എപ്പോഴും വേണം, കൂടെ അങ്ങയുടെ സ്വന്തം ആളായിട്ട് എപ്പോഴും വേണം, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആരാണ്? ഭാര്യമാർ. ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ ജനറലി പറയുകയാണെങ്കിൽ കൂടെ ഉണ്ടാവുന്നവരാണ്, കൂടെ ജീവിക്കുന്നവരാണ് അല്ലേ? അതേപോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു, എപ്പോഴും അങ്ങയുടെ കൂടെ വേണം. ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഏക പത്നി വ്രതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു യുഗത്തിൽ ഇത് സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സഫലീകരിക്കും, വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ യുഗത്തിലല്ല, നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ എങ്ങനെയാണോ നിങ്ങൾ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്, ധ്യാനത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ, അത് കണ്ടിന്യൂ ചെയ്തോളൂ. ഇത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യൂ. അടുത്ത യുഗത്തിൽ ഞാൻ അവതാരമെടുക്കും. ഒരു പ്രാവശ്യം ഞാൻ വരുന്നുണ്ട്, കൃഷ്ണനായിട്ട് വരും, ഞാൻ സ്വയം ഭഗവാൻ കൃഷ്ണനായിട്ട് ഞാൻ വരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന് അവസരം ഞാൻ തരാം എന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് അവർക്ക് കൊടുക്കും. ആക്ച്വലി ഈ 16,000 ഋഷിവര്യന്മാർ അന്ന് ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്ന അവരാണ് പിന്നീട് ഭഗവാൻ കൃഷ്ണൻ്റെ 16,000 ഭാര്യമാരായിട്ട്, അതിൽ പ്രത്യേകിച്ചും നമ്മുടെ ബാണാസുരൻ തട്ടിക്കൊണ്ടുപോകുന്ന ആ രാജ്ഞിമാരെല്ലാവരും തന്നെ ആക്ച്വലി ഈ ഋഷിവര്യന്മാരാണ്, ശാസ്ത്രം പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അന്ന് കൊടുത്ത ഒരു വാക്കാണ്. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് കൃഷ്ണൻ ഇതുപോലെ ഒരുപാട് കല്യാണം കഴിച്ച് മറ്റുള്ളവർക്ക് ഉദാഹരണമാവുകയാണ്. യദ്യത് ആചരതി ശ്രേഷ്ഠോ, ഞാൻ കുറേ വിവാഹം കഴിച്ചു, നിങ്ങളും ഒരുപാട് വിവാഹം കഴിച്ചോളൂ എന്നുള്ളതല്ല ഇതിലെ ലെസൺ. ഇതിലെ ലെസൺ അതല്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു? കൃഷ്ണന് ചെയ്യാൻ കാര്യം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം എത്ര വേണമെങ്കിൽ വിസ്തരിക്കാൻ തയ്യാറാണ്. അപ്പോൾ 16,108 ഭാര്യമാർ, രാജ്ഞിമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരേ വ്യക്തി എല്ലായിടത്തും പോവുമായിരുന്നില്ല. അദ്ദേഹം 16,108 അദ്ദേഹം വിസ്തരിക്കുന്നു.
നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അത്? ഇല്ല. ഒന്നാമത് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചെയ്യുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ഭക്തരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ആക്ച്വലി ഭഗവാൻ അന്ന് ചെയ്തിട്ടുള്ളത് വളരെ ക്ലിയറായിട്ട് പറയുന്നു ശാസ്ത്രങ്ങളിൽ. ഓരോ കൊട്ടാരത്തിലും ഭഗവാൻ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ കൂടെ. ഒരേ ആൾ ഒരു വീട്ടിൽ നിന്ന് ചാടി അപ്പുറത്തെ വീട്ടിലേക്ക് പോവില്ല. അതായത് 1 മണിക്കൂർ രുക്മിണിയുടെ കൂടെ, അടുത്ത 1 മണിക്കൂർ സത്യഭാമയുടെ കൂടെ, അങ്ങനെയായിരുന്നില്ല. ഇത് സിനിമയിൽ കാണുന്ന പോലെയുള്ള പരിപാടികളൊന്നുമില്ല. ഭഗവാൻ വിസ്തരിക്കുകയാണ്. 16,108 കൊട്ടാരങ്ങളുണ്ടായിരുന്നു ദ്വാരകയിൽ. ഓരോ രാജ്ഞിമാർക്കും ഓരോ കൊട്ടാരം ഭഗവാൻ കൊടുത്തു. അവിടെ കൃഷ്ണനും കൂടെയുണ്ട്. ഒരിക്കൽ നാരദമുനി വരുമ്പോൾ, നാരദമുനി ഇതേപോലെ ടൂറ് ചെയ്യുന്ന ആളാണ് അല്ലേ. നാരദമുനി എല്ലായിടത്തും പോകും. അപ്പോൾ രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ അവിടെ കൃഷ്ണനുണ്ട്. രുക്മിണി ദേവി കൃഷ്ണനെ ചാമരം കൊണ്ട് വീശി കൊടുക്കുന്നു. കൃഷ്ണൻ കണ്ടപ്പോൾ, നാരദമുനിയെ കണ്ട സമയത്ത് എന്താ ചെയ്യുന്നത്? ഇത് ആചരണമാണ്. ഇതാണ് ഒരു അടുത്ത ഉദാഹരണം പറയുന്നത്. ആചരണം. നാരദമുനിയെ കണ്ടപ്പോൾ ഓടി അദ്ദേഹം എഴുന്നേറ്റ് നാരദമുനിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നാരദമുനിയുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണൻ ഏത് സിംഹാസനത്തിലാണോ ഇരിക്കുന്നത് അവിടെ കൊണ്ട് ഇരുത്തി നാരദമുനി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് നാരദമുനിയുടെ കാലിൽ അദ്ദേഹം മസാജ് ചെയ്യുന്നു. ഇതാണ് കൃഷ്ണൻ. ഇതേപോലെ തന്നെ സുദാമ വന്ന സമയത്തും കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? യദ്യത് ആചരതി ശ്രേഷ്ഠ. കാര്യം അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് കാണിച്ചു തരുവാണ് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അദ്ദേഹം അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്തിനാണ് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു ചെറിയൊരു സ്ഥാനമുള്ളവർ, ഒരു സ്ഥാനം, ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ളവർ എത്ര പേര് റെഡിയാണ് ഇങ്ങനെ ചെയ്യാൻ? റെഡി ആവുമൊന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാവർക്കും സേവനം അതായത് സേവനം ചെയ്യുവാനല്ല ആഗ്രഹിക്കുന്നത്, ഇങ്ങോട്ട് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് സേവിക്കാൻ ആർക്കും താല്പര്യമില്ല. സേവനം ഏറ്റുവാങ്ങാനാണ് ഇഷ്ടം. ഓക്കെ, എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യൂ, എല്ലാവരും നമസ്കരിക്കൂ, അല്ലെങ്കിൽ അത് ചെയ്യൂ, എനിക്കത് ചെയ്തു തരൂ. ഇതാണ് പലവരും ആഗ്രഹിക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു ലീഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ആചരണമാണോ? അല്ല, ഒരിക്കലുമല്ല. കൃഷ്ണൻ അങ്ങനെയല്ല. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ, സർവ്വകാരണങ്ങളുടെയും കാരണമായിട്ടുള്ള സർവകാരണം ഈശ്വര പരമകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം എങ്ങനെയാണ് ചെയ്യുന്നത്? സുദാമ വന്നപ്പോഴും നാരദമുനി വന്നപ്പോഴും നാരദമുനിക്ക് അത്ഭുതമായി. നാരദമുനി പറഞ്ഞു, അങ്ങ് എന്താ ചെയ്യുന്നത്? അങ്ങ് ചെയ്യാൻ പാടില്ല. അങ്ങ് ഞാൻ ആരാധിക്കുന്ന ഭഗവാനാണ്, അങ്ങ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ പാദങ്ങൾ തൊടരുത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങ് ഇതെന്താ? കാല് കഴുകി കൊടുക്കുന്നു. സുദാമയുടെ കാലാണെങ്കിൽ കൃഷ്ണൻ കഴുകി കൊടുത്ത് സുദാമയുടെ കാലിലുള്ള, സുദാമയാണെങ്കിൽ പാവപ്പെട്ട സുദാമ ഇത്രയും ദൂരം നടന്നു വന്ന് ഒരുപാട് മുള്ളുകളും കല്ലുകളൊക്കെ കാലിൽ കുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൃഷ്ണൻ എടുത്തു കൊടുക്കുകയാണ്. കാല് കഴുകിയിട്ട് മുള്ളെല്ലാം എടുത്തു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ട്. ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യൂ? വേറെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യില്ല. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ലീലകളിലൂടെ എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നാരദമുനി രുക്മിണി ദേവിയുടെ വീട്ടിൽ പോയപ്പോൾ കാണുന്നു. ഇതേപോലെ തന്നെ സത്യഭാമയുടെ വീട്ടിൽ പോയി. ഉടനെ തന്നെ അവിടെ പോയപ്പോൾ സത്യഭാമയും കൃഷ്ണനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ കളിക്കുന്നു. നാരദമുനി വന്നു. ഉടനെ കൃഷ്ണൻ എഴുന്നേറ്റു, നമസ്കരിച്ചു. വീണ്ടും നാരദമുനിക്ക് നല്ലൊരു സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ നാരദമുനിക്ക് അത്ഭുതമായി, ഇതെന്താത്? ഇപ്പോൾ രുക്മിണിയുടെ അവിടെ പോയപ്പോൾ കൃഷ്ണൻ വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മൾ സംസാരിച്ച് രുക്മിണി ദേവി സേവിക്കുന്നു. ഇവിടെ വരുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി. എന്നാൽ നാരദമുനിയെ കണ്ടപ്പോൾ അതേപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളെല്ലാം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത രാജ്ഞിയുടെ വീട്ടിൽ പോയി. അവിടെ പോയ സമയത്ത് അവർ രണ്ടുപേരും കൃഷ്ണൻ ഭഗവാനിരുന്ന് കഴിക്കുന്നു, ഭാര്യ വിളമ്പി കൊടുക്കുന്നു. ഇതായിരുന്നു അവിടെ കാണുന്ന സീൻ. അവിടെ പോയപ്പോൾ നാരദമുനിയെ കണ്ടപ്പോൾ വീണ്ടും ഭഗവാൻ എഴുന്നേറ്റു, നമസ്കരിച്ചു.
നാരദമുനിക്ക് അവിടെ നല്ല സ്ഥാനം കൊടുത്തു, നാരദമുനിക്കും ഭക്ഷണം കൊടുക്കാനുള്ള, പ്രസാദം കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്തു. അങ്ങനെ കൃഷ്ണൻ സേവിക്കുവാണ്, കൃഷ്ണൻ്റെ ഭഗവാൻ അങ്ങോട്ട് സേവിക്കുന്നു. ഇതെല്ലാം കണ്ട് നാരദമുനിക്ക് എല്ലാം കൊണ്ടും അത്ഭുതമായി. കാര്യം ഇതുപോലെ അദ്ദേഹം 16,108 കൊട്ടാരങ്ങളിലേക്കും കയറി പോയി നോക്കി. പോയപ്പോൾ അവിടെ കൃഷ്ണൻ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എവിടെ പോയോ എല്ലായിടത്തും നാരദമുനിയെ ഒരേപോലെ അദ്ദേഹം സ്വീകരിച്ചു, ഒരേപോലെ. ഉദാഹരണം, നമുക്കുള്ള നല്ലൊരു ഉദാഹരണം സെറ്റ് ചെയ്യുന്നു പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇതാണ് ആചരണം, ഇതാണ് ഒരു ശരിയായിട്ടുള്ള ലീഡർ അല്ലെങ്കിൽ ടീച്ചർ. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും ധൈര്യത്തിൽ പറയുന്നത് യദ്യത് ആചരതി ശ്രേഷ്ഠ. അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ്, കൃഷ്ണൻ ചെയ്യാത്ത കാര്യമല്ല, കൃഷ്ണനും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലീലയിൽ. ചൈതന്യ മഹാപ്രഭുവും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലീലയിൽ. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, മറ്റുള്ളവർക്ക് വലിയ ഇഷ്ടമാണ് ഉപദേശം കൊടുക്കുകയാണ്. ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഉപദേശം അങ്ങോട്ട് കൊടുക്കാൻ, ഫ്രീ ആയിട്ട് കൊടുക്കാൻ, ഫ്രീ ഉപദേശം കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല പറയും. അവനവൻ ചെയ്യില്ല. ദേഷ്യപ്പെടരുത് എന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കും, അവനവന് ദേഷ്യപ്പെടാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലോ അത് ശരിയായിട്ടുള്ളൊരു ടീച്ചറിൻ്റെ ലക്ഷണമല്ല, അല്ലേ? ഇത് ഈവൻ മനു സംഹിതയിലും മറ്റുള്ള ഒരുപാട് ശാസ്ത്രങ്ങളിലും എടുത്തു പറയുന്നുണ്ട്, ഇങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്നുള്ളത്. ലീഡർ അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ട, അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ ഇതെല്ലാം പ്രോപ്പറായി ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫോളോ ചെയ്യുക ഇവിടെ ശിലപ്രഭാജി എടുത്ത് പറയുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലുള്ള വരിഷ്ഠരായിട്ടുള്ളവരുടെ പാത പിന്തുടരുക എന്നുള്ളത് ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്. ശുദ്ധഭക്തരുടെ പാത പിന്തുടരുക. ശുദ്ധഭക്തരെ അവർ എക്സാമ്പിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അവർ നമ്മുടെ മോഡലാണ്, റോൾ മോഡൽസാണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാ സക്സസ്സും ഉണ്ടാവും, നമ്മൾ സക്സസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉദാഹരണമാവണം. ഇനിയും വരുന്നു ജനറേഷൻസ് ഒരുപാട്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതേപോലെ ഗുരു പരമ്പരയെ ഫോളോ ചെയ്തുകൊണ്ട് ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാറുന്നു, നമ്മളെ പിന്തുടരുന്ന ആളുകളും അതനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നു. അപ്പോൾ സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രമല്ല, സാധാരണ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി, ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും, കാര്യം നമ്മൾ ചെയ്യുന്നത് ഫോളോ ചെയ്യാൻ ഒരുപാട് പേരും ഉണ്ടാവും. ഒരുപക്ഷെ നമ്മൾ വലിയ ആളാവണമെന്നില്ല. പലവർക്കും തോന്നുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്ത ഈവൻ നമുക്കും തോന്നാറുണ്ടോ? അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം കുഴപ്പമില്ല, ചെയ്യാം, നമുക്കും കുഴപ്പമില്ല അല്ലേ, ചെയ്യാമല്ലേ, അങ്ങനെ പല തോന്നലും വരും. അത് നല്ലതാവും ചീത്തയാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ളൊരു എക്സാമ്പിളായി മാറരുത് എന്നുള്ളതാണ് പോയിന്റ്. തെറ്റായിട്ടുള്ള എക്സാമ്പിളായി മാറരുത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്ന ശുദ്ധ ഭക്തരുടെ പാത നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള വഴിയിൽ പോവില്ല, നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല ഒരു ലീഡർ ആവാനുള്ള അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അതാണ് പോയിന്റ്. സോ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നു നമുക്കിവിടെ. ഇതേപോലെ എൻ്റെ കൂട്ടത്തിൽ പറയുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഉദാഹരണം ഭാഗവത്തിൽ നമ്മൾ എടുത്തു. ഭാഗവത്തിലെ കഥയായിരുന്നു ഇപ്പോൾ പറഞ്ഞത്, നാരദമുനി പോകുമ്പോൾ കാണുന്നതൊക്കെ. ഭഗവാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. ഇതേപോലെ വേറൊരു ഉദാഹരണമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ വരുന്നൊരു സെക്ഷനാണ്. അവിടെ എങ്ങനെ ആവരുത് നേതാവ് എന്നുള്ളതും ഒരു ഉദാഹരണമുണ്ട്. അവിടെ എങ്ങനെ ആവണം എന്നുള്ളത് ഭഗവാൻ നേരിട്ട് അദ്ദേഹം കാണിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ ലീലയിലൂടെ.
ലീഡർ ആവുമ്പോൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ സ്കന്ധത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വേണ. പൃഥു മഹാരാജ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. പൃഥു മഹാരാജിൻ്റെ അച്ഛനാണ് വേണ. അപ്പോൾ വേണ മഹാരാജനെ കുറിച്ച് 4-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേണ മഹാരാജനെ പോലെ ആവരുത് എന്നുള്ളതാണ് നമുക്കതിൽ ആ കഥയിൽ നിന്നുള്ള പാഠം. കാര്യം അദ്ദേഹം വളരെ തെറ്റായിട്ടുള്ള എക്സാമ്പിളായിരുന്നു. അദ്ദേഹം രാജാവായിരുന്നു, പക്ഷേ അദ്ദേഹം ശരിയായിരുന്നില്ല, അപകടം പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ ഹിരണ്യകശിപുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഹിരണ്യകശിപു എല്ലാ ദേവന്മാരെയും കൺട്രോൾ ചെയ്തിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ പവർ കിട്ടിയപ്പോൾ എല്ലാവരും, ഇന്ദ്രനും ചന്ദ്രനും എല്ലാവരും ഹിരണ്യകശിപു പറയുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല ലീഡറായിരുന്നു? അല്ല, നല്ല ലീഡറായിരുന്നില്ല. അപ്പം നല്ല ലീഡേഴ്സുണ്ട്, ചീത്ത ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ലീഡർമാരെ ഫോളോ ചെയ്യുക, നല്ല വ്യക്തികളെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേണ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് തന്നെ വേണ മഹാരാജ് അംഗ എന്ന് പറയുന്ന അംഗമഹാരാജിൻ്റെ മകനാണ് വേണ. ആക്ച്വലി അംഗമഹാരാജന് കുട്ടി ഉണ്ടായിരുന്നില്ല ഒരുപാട് വർഷങ്ങൾ. അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനം കിട്ടുന്ന ഒരു ബ്രാഹ്മണരുടെ അനുഗ്രഹത്തോടു കൂടി കിട്ടുന്ന ഒരു കുട്ടിയാണ് ഈ വേണ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടയിൽ ഉണ്ടായിരുന്നില്ല കുട്ടികൾ. അദ്ദേഹത്തിൻ്റെ കർമ്മം അനുസരിച്ചുള്ള കോട്ട അനുസരിച്ച് അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു ചിന്ത വന്നു, ഇനി ഞാനില്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഡൈനാസ്റ്റി, ഈ ഒരു വംശം തുടർന്നു കൊണ്ടുപോകാൻ, ഈ രാജ്യം ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് എനിക്കൊരു മകൻ ആവശ്യമാണ്. ഒരുപാട് വർഷങ്ങൾ മക്കളുണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം അദ്ദേഹത്തിന് ആഗ്രഹം വന്നപ്പോൾ അപ്പോഴും ഋഷിവര്യന്മാർ ഇവരെല്ലാവരും പറഞ്ഞു, വേണ്ട, അങ്ങേക്ക് മകൻ്റെ ആവശ്യമില്ല. കാര്യം മകൻ ഇല്ല, ഈ ഒരു കർമ്മം അനുസരിച്ച് അങ്ങേക്ക് മകനില്ല, ഈ ജന്മത്തിലില്ല. അതുകൊണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു മകനെ കിട്ടുന്നു. പക്ഷേ എങ്ങനെയുള്ള മകനായിരുന്നു? തലതിരിഞ്ഞ മകൻ, കംപ്ലീറ്റ്ലി തലതിരിഞ്ഞ മകൻ. അവസാനം ഇങ്ങനെ ഒരു മകനെ കിട്ടിയപ്പോൾ അവസാനം അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി, ഇതിനും ഭേദം മകൻ ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഒരു പാഠമാണ്. പല കാര്യങ്ങളും ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രം. ചിലവർക്ക് കുട്ടികളുണ്ടാവില്ല, ചിലവർക്ക് കുട്ടികളുണ്ടാവും, ചിലവർക്ക് വേറെ പൈസ ഉണ്ടാവില്ല, ചിലവർക്ക് നല്ല ജോലി ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല, ചിലവർ പാവപ്പെട്ട വീട്ടിലായിരിക്കും. അങ്ങനെ പല നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് എന്താണോ വരാൻ പോകുന്നത്, ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത്, അത് വന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ എവിടെയും ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ മിനിമമായിട്ട് ചെയ്യേണ്ട നമ്മുടെ എഫേർട്ടുകൾ എടുക്കണം. അല്ലാതെ മിണ്ടാതെ കൈ കെട്ടി മിണ്ടാതെ വീട്ടിലിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണം. കൂട്ടത്തിൽ മിനിമം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കതിനുള്ള യോഗ്യത ഉണ്ടാവില്ല കർമ്മം അനുസരിച്ച് എന്നുള്ളത് മനസ്സിലാക്കി സന്തോഷമായിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത് ആക്ച്വലി. ഇപ്പോൾ വേണ മഹാരാജൻ അംഗമഹാരാജൻ്റെ ആ കഥയിൽ നിന്ന് അംഗമഹാരാജാവിന് അത് ആ കഥയിൽ നിന്ന് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണ് അത്. ആക്ച്വലി ഒരു സൈഡ് നോട്ട്. അംഗമഹാരാജാവിന് അവസാനം വയ്യാതെയായി. കാര്യം ഈ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭയങ്കര അപകടം പിടിച്ച കുട്ടിയായിരുന്നു. അതായത് ചെറിയ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കൂടെയുള്ള കുട്ടിയുടെ തലയ്ക്ക് കല്ലെടുത്ത് അടിച്ചു കൊല്ലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അദ്ദേഹം കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ കല്ലെടുത്ത് തലയ്ക്കടിക്കുന്നു. എന്നിട്ട് കുറേ കുട്ടികൾ അങ്ങനെ മരിച്ചു. അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു ഇദ്ദേഹത്തിന്. അംഗമഹാരാജാവിന് സഹിക്കാൻ പറ്റാതെയായി. ഈ കുട്ടി വളർന്നു വലുതാവുന്നതോടുകൂടി ഇദ്ദേഹത്തിനെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതെ അവസാനം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, ഭഗവാനെ, കുട്ടി ഇല്ലാതെ ഇനി ഞാൻ ഒരുപാട് വിഷമിച്ചു. എനിക്കറിയാം, ഭഗവാനെ അങ്ങ് പറഞ്ഞു കുട്ടി നിനക്ക് ഈ ഒരു ജന്മത്തിലില്ല. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. ഇപ്പോൾ എനിക്കത് വേണ്ടെന്നായി. കാര്യം
ഇങ്ങനെയുള്ളൊരു കുട്ടിയായി മാറി. അതുകൊണ്ട് അംഗമഹാരാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. ഇനി എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇനി മകൻ അവൻ ഇത് ഭരിക്കാതിരിക്കുക. അദ്ദേഹം ഭഗവാന്റെ പാതയിൽ പോയി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മുക്തിയുടെ പാതയിൽ മുന്നോട്ട് പോയി. അവസാനം എന്ത് സംഭവിച്ചു? അടുത്ത രാജാവായി ആരായി മാറുന്നു? ഈ വേണ. അപ്പോൾ കുട്ടിക്കാലത്തെ അങ്ങനെയായിരുന്ന വേണ എന്തായിരിക്കും അദ്ദേഹം വലുതായി കഴിഞ്ഞാൽ? അദ്ദേഹം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ വിസ്തരണമാണ്. അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണരും, അദ്ദേഹം പറഞ്ഞു, എല്ലാ ബ്രാഹ്മണരും യജ്ഞം എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യണം, അല്ല വിഷ്ണുവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ യജ്ഞങ്ങളും എല്ലാ പൂജാതി കർമ്മങ്ങളും ഇദ്ദേഹം നിർത്തിപ്പിച്ചു. ബ്രാഹ്മണരോട് പറഞ്ഞു, നിങ്ങൾ വിഷ്ണുവിനെ ഒന്നും ചെയ്യരുത്, എന്നെ പൂജിച്ചാൽ മതി. കാര്യം ഞാനാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ, ഞാനാണ് രാജാവ്, നിങ്ങളെല്ലാവരും പ്രജകളാണ്. ഒരു രാജാവിനെ പൂജിക്കുക എന്നുള്ളതാണ് പ്രജകളുടെ ഉത്തരവാദിത്തം, അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ എല്ലാ പൂജകളും അവസാനിപ്പിച്ച് ആകെ പ്രശ്നമാക്കി. ബ്രാഹ്മണർക്കും നാട്ടുകാർക്കും രാജ്യത്തിലുള്ള ഓരോ പ്രജകൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. കാര്യം അദ്ദേഹം ഇതേപോലെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ എല്ലാ പൂജകളും എല്ലാ യജ്ഞങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു. നാമജപവും എല്ലാം, അതായത് ഭക്തിപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എല്ലാവരെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ആക്ച്വലി മുഴുവനുമായിട്ട് മാറ്റി. അവസാനം ബ്രാഹ്മണരും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്കും സഹിക്കാൻ പറ്റാതെയായി, ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെയായി. ഭൂമിദേവി എല്ലാവിധ ഐശ്വര്യങ്ങളും പിൻവലിച്ചു, ഒന്നും കിട്ടാതെയായി. അവിടെ ധാന്യങ്ങളില്ല, പച്ചക്കറികളില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരവസ്ഥയായി. കാര്യം ഇതേപോലുള്ളൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? കാര്യം യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം നിർത്തി, ഭഗവത് ആരാധനകളും എല്ലാം നിർത്തി, അവിടെ ഒന്നുമില്ല, നിർത്തിച്ചു അദ്ദേഹം. അതുകൊണ്ട് ഭൂമിദേവി അല്ലേ, ഇൻ നേച്ചർ, ഈ ലോകം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കുന്നത് വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണോ? അല്ല, അതിന് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്താലാണ് പ്രോപ്പറായിട്ടുള്ള നമ്മൾ കൃഷ്ണാവബോധത്തിൽ വാർത്തെടുക്കുന്ന ഒരു വാർത്തെടുത്തിട്ടുള്ള ഒരു സമൂഹമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് ബലി മഹാരാജാവ് ഭരിക്കുന്ന കാലത്ത് എല്ലാവരും സന്തോഷമായിരുന്നു എന്നുള്ളത്. നമ്മളെ ഓണത്തിന് നമ്മൾ പറയുന്ന പോലെ മാവേലി നാട് പണിയിടും കാലം എല്ലാവർക്കും ഒരേപോലെയായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു, എല്ലാ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു. കാര്യം മഹാബലി അല്ലെങ്കിൽ ബലി മഹാരാജ് ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അദ്ദേഹം അസുരകുലത്തിൽ ജനിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പ്രഹ്ലാദിൻ്റെ ഫാമിലിയിൽ വരുന്നതാണ്, ശുദ്ധഭക്തനായിരുന്നു, നല്ലൊരു രാജാവാണ് അദ്ദേഹം. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവും പരീക്ഷിത് മഹാരാജാവും ഭരിക്കുന്ന കാലത്ത് ഐശ്വര്യമായിരുന്നു ലോകം മുഴുവനും. എല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആയിരുന്നു. കൂടുതൽ പാല്, കൂടുതൽ ധാന്യങ്ങൾ, കൂടുതൽ വെള്ളം, എല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതലായിരുന്നു. കാര്യം ഭൂമിദേവി കനിഞ്ഞു കൊടുക്കുമായിരുന്നു. കാര്യം വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ശാസ്ത്രവിധി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, യജ്ഞങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു. എന്നാൽ വേണ വന്നപ്പോൾ ഇതെല്ലാം, ഈ ഒരു ലീലയിൽ അതെല്ലാം അദ്ദേഹം അവസാനിപ്പിക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നമായി. അവസാനം ഇദ്ദേഹത്തിന് അംഗമഹാരാജാവിനെ കുട്ടിയുണ്ടാവാൻ അനുഗ്രഹിച്ച അതേ ബ്രാഹ്മണന്മാർക്ക് തന്നെ തീരുമാനിച്ചു, ഇതേപോലൊരു അംഗമഹാരാജാവ് പോയി, ആരുമില്ല ചോദിക്കാനിപ്പോൾ. അവസാനം ഈ ബ്രാഹ്മണർ തന്നെ തീരുമാനിച്ചു ഇദ്ദേഹത്തെ അവസാനിപ്പിക്കാം. കാരണം ഇങ്ങനെയൊരു രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ മന്ത്രത്തിലൂടെ ആക്ച്വലി വേണ മഹാരാജാവിനെ മന്ത്രത്തിലൂടെ അദ്ദേഹത്തെ അവസാനിപ്പിക്കുന്നു. കാര്യം അത്രമാത്രം ആളുകളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആ വേണയുടെ ശരീരത്തിൽ നിന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലി കടഞ്ഞ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ച്, ഈ ബ്രാഹ്മണരെല്ലാവരും കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ച് അതിൽ നിന്നാണ് പിന്നീട് പൃഥു മഹാരാജാവ് വരുന്നത്. പൃഥു മഹാരാജ് ഭഗവാന്റെ വിസ്തരണമാണ്, ശക്തിയാവേശ അവതാരമാണ്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് വേണയുടെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്.
ആക്ച്വലി അത് വേറൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഉദാഹരണം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല എക്സാമ്പിളായിട്ട് ഭഗവാൻ കൃഷ്ണനെ തന്നെ പറഞ്ഞു എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ചീത്ത എക്സാമ്പിളായിട്ട് നമ്മളിവിടെ വേണയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ ആവരുത് എന്നുള്ളത്. അപ്പോൾ വേണ മോശമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ആ ഒരു സ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അതെല്ലാം, അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച് ഇന്നത്തെ 2 ഉദാഹരണങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു തത്വം എന്താണ് ഇവിടെ പറയുന്നു? ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, നമ്മൾ ആചരിക്കുന്നത് നമ്മൾ മറ്റുള്ളവർ ഫോളോ ചെയ്യാനുണ്ടാവും, അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം, നല്ല രീതിയിൽ ആചരിക്കുക, നമ്മൾ ഫോളോ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമായി മാറുക. അത് നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു എക്സാമ്പിളായി മാറുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഈ പ്രചരണം എന്ന് പറയുന്നത്, പ്രീച്ചിങ് എന്ന് പറയുന്നത്, കൃഷ്ണാവബോധം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സീറ്റിലിരുന്നിട്ട് ഭഗവത്ഗീത ഭാഗവതം പറയുക എന്നുള്ളത് മാത്രമല്ല. അത് പ്രചരണത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതിനേക്കാൾ കൂടുതൽ വരുന്നത് സ്വഭാവത്തിലൂടെ മറ്റുള്ളവർക്ക് ഉദാഹരണമാവുക എന്നുള്ളതാണ്. നമ്മളൊന്നും ഇതേപോലെ വ്യാസാസനത്തിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, ജീവിത രീതി മറ്റുള്ളവരെ ചിലപ്പോൾ ആകർഷിപ്പിക്കും. അങ്ങനെ ആകർഷിപ്പിക്കുന്നതും ഒരു പ്രചരണമാണ്. കാര്യം നമ്മളൊന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നും, നല്ലൊരു വ്യക്തിയാണല്ലോ, വളരെ അച്ചടക്കമുള്ളൊരു വ്യക്തി, വളരെ നല്ല സൗമ്യ സ്വഭാവമാണ്, വളരെ നന്നായി സംസാരിക്കുന്നു എല്ലാവരോടും, ദേഷ്യം വരുന്നില്ല, എന്തൊക്കെ എപ്പോഴും നോക്കിയാലും ഒരു ചിരിയുണ്ട്, ഒരു ടെൻഷനില്ല, എന്താണ് രഹസ്യം? ചിലപ്പോൾ അങ്ങനെ ചോദിച്ച് പലവരും വന്ന് നമ്മളോട് ചോദിക്കും, അല്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ സമയത്ത് നമുക്ക് പറയാം, കാരണം എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കോളൂ. അപ്പം ഒന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് ആരെയും പോയി വിളിച്ചില്ല, ഇങ്ങോട്ട് വന്നു ആൾ വന്ന് ചോദിക്കും, ഓ ശരി, നമ്മളെ അട്രാക്റ്റഡ് ആവും. ഇതേപോലെ എത്രയോ പേര് മാറിയിട്ടുണ്ട്. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ആകർഷിച്ചിട്ട് വന്നിട്ടുള്ളവരുണ്ട്. എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെയും അവർ വളരെ ഈസി ആയിട്ട് എടുക്കുന്നവർ. ശീലപ്രഭുപാദന് ഒരു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഹിസ് ഗ്രേസ് ജയാനന്ദ പ്രഭു. അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തനായിരുന്നു. പ്രഭുപാദൻ്റെ വളരെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അധികം പ്രായമാവുന്നേക്കാൾ മുമ്പ് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ഉള്ള സമയത്ത് അദ്ദേഹം ശ്രീല പ്രഭുപാദന് വേണ്ടി, അദ്ദേഹം എൻജിനീയർ ആയിരുന്നു പ്രൊഫഷൻ, എല്ലാം ഉപേക്ഷിച്ച് പ്രഭുപാദൻ്റെ കൂടെ കൂടി. എന്നിട്ട് അദ്ദേഹം രാത്രി മുഴുവനും ടാക്സി ഓടിച്ച് അതിൻ്റെ പൈസയെല്ലാം പ്രഭുപാദന് കൊണ്ടു കൊടുക്കും. കാലത്തൊക്കെ അമ്പലത്തിലെ സർവീസസും മറ്റുള്ള കാര്യങ്ങൾക്കും, പ്രചരണവും, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. 24 മണിക്കൂറും അദ്ദേഹം സർവീസിലായിരുന്നു, ഉറങ്ങില്ല അദ്ദേഹം. 1 മണിക്കൂറോ അദ്ദേഹം വെറുതെ റെസ്റ്റ് ചെയ്യും. അത് ഉറക്കമല്ല, രാത്രി മുഴുവൻ ടാക്സി ഓടിക്കും. എന്നിട്ട് അതിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹം എടുക്കില്ല, $1 പോലും അദ്ദേഹം എടുത്തിരുന്നില്ല. ഇത് അമേരിക്കയിൽ നടന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പോലും ഒരേ ഒരു പെയർ ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ കാലാകാലങ്ങൾ. 2 പേരാന്ന് തോന്നുന്നു. ഒരെണ്ണം ഇടുന്നു, അടുത്ത് കഴുകി ഇടുന്നു, അങ്ങനെ മാറി മാറി. കീറിയതും ഒക്കെ ആയിരുന്നു അദ്ദേഹം ഇടുന്നത്. അദ്ദേഹത്തിന് ടാക്സി ഓടിച്ച് കിട്ടുന്നതിൽ നിന്ന് $2 എടുത്ത് അദ്ദേഹത്തിന് പാൻറ്റും ഷർട്ടും വാങ്ങിക്കാം. അദ്ദേഹം പറയുന്നു, ഇത് എനിക്കുള്ള പൈസയല്ല, എൻ്റെ ഗുരുവിനുള്ള പൈസയാണ്. അങ്ങനെയുള്ള ഭക്തരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മനോഹരമാണ്. വേറൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു മഹാഭക്തനാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലീലയിൽ പ്രധാനപ്പെട്ട വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ഇതേപോലെ സങ്കീർത്തനത്തിനും ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും, അന്നത്തെ കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ് അന്നും വേറൊരു രാജ്യമാണത്. ആളുകൾ ഇഷ്ടപ്പെടില്ല, കാര്യം ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഇദ്ദേഹം നഗരത്തിലൂടെ പോകുമ്പോൾ പലവരും ഈ ചീഞ്ഞ തക്കാളി എടുത്ത് എറിയുന്നു, മുട്ട എറിയുന്നു. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇവരുടെ ഈ നഗര സങ്കീർത്തനം ചെയ്യുന്നവരുടെ തലയിലൂടെ മത്സ്യം കഴുകിയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കച്ചട ഇടുന്നു. ഇതെല്ലാം ടോളറേറ്റ് ചെയ്ത്
പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. ജയാനന്ദ പ്രഭു പ്രത്യേകിച്ചും ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ അദ്ദേഹത്തിൻ്റെ തലയുടെ ഒഴിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും സന്തോഷമായി. എന്തായാലും ഇവിടെ ഈ നഗരം അല്ലെങ്കിൽ ഈ ഒരു വീഥി, ഈ വഴി കുറച്ച് അവിടെ അഴുക്കുണ്ടായിരുന്നു, നിങ്ങളുടെ വെള്ളം വീണതുകൊണ്ട് അതൊന്ന് വൃത്തിയായി, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. അതേപോലെ ഒരുപാട് വേറൊരു ഭക്തനുണ്ടായിരുന്നു, പ്രഭുപാദിൻ്റെ വേറൊരു ഡിസൈപ്പിൾ. അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ വ്യാസാസനത്തിൽ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തത്വങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ത്രീയായിരുന്നു, സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല തീരെ. ആ സ്ത്രീ നേരെ വന്നു, അടുത്തുണ്ടായിരുന്ന കുപ്പിയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം എടുത്ത് വ്യാസാസനത്തിലിരിക്കുന്ന ആ പ്രഭുവിൻ്റെ തലയിലൂടെ വെള്ളം ഒഴിച്ചു. ദേഷ്യം പ്രകടിപ്പിച്ചതാണ് അവർ. എന്നിട്ട് പറഞ്ഞു ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചത് തലയിലൂടെ. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ദേഷ്യം വരും, ഓ ഹേയ്, ഒന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ നോ എന്ന് പറയും, അല്ലെങ്കിൽ പറയും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ജനറലി നമ്മളങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വെള്ളം ഒഴിച്ചു, അവരെടുത്തു, വന്നു. അദ്ദേഹം ഒന്നും റിയാക്ട് ചെയ്യാൻ നിന്നില്ല. വെള്ളം ഒഴിച്ച് പറഞ്ഞു ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കണ്ണടച്ചിരിക്കുമായിരുന്നു. കണ്ണ് തുറന്നുകൊണ്ട് പറഞ്ഞു താങ്ക് യു മാതാജി. ആക്ച്വലി ശ്രീല പ്രഭുപാദ് യൂസ് ടു ടെൽ ഓൾ ഓഫ് us. പ്രഭുപാദ് പറയാറുണ്ട് നമ്മൾ 2 നേരം കുളിക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ 1 നേരമേ കുളിച്ചിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് എന്തായാലും അത് സാധിപ്പിച്ചു തന്നതിൽ എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തു, വളരെ സൗമ്യമായിട്ട്. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ള ആജ്ഞ ഇന്ന് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല, ബട്ട് നിങ്ങൾ എന്നെ സഹായിച്ചു, താങ്ക് യു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയറിൽ അവിടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവും. നാച്ചുറലി തോന്നും. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അല്ലേ, വളരെ സൗമ്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ അന്ന് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ. ഈ വ്യക്തിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ ഒരുപാട് ഭക്തർ വന്നു അന്നത്തെ ദിവസം. ഇദ്ദേഹത്തെ അതിനുശേഷം വന്ന് കണ്ടു, അവർ സംസാരിച്ചു. പിന്നെ അവർ ഡിവോട്ടീസായി മാറി. കണ്ടില്ലേ ക്വാളിറ്റി, ഇത് ഈ അവിടെ ഇരിക്കുന്ന ആളുടെ ക്വാളിറ്റി കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്വഭാവത്തിലെ അട്രാക്ഷൻ തോന്നുന്നു. ഒരു വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ, ദാറ്റ്സ് ഓൾ. സോ ഇതാണ് ബിഹേവിയർ. ഇതാണ് യദ്യത് ആചരതി ശ്രേഷ്ഠ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതാവാം, ഇത് പ്രചരണത്തിൻ്റെ കാര്യം മാത്രമല്ല, വീട്ടിലെ കാര്യവും നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ മുമ്പിലും നമ്മൾ നല്ല എക്സാമ്പിൾ ആവണം, ചീത്ത എക്സാമ്പിൾ ആവരുത്. കുട്ടി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കംപ്ലൈൻറ്റ് പറയും. നമ്മളതിനൊരു അവസരം കൊടുക്കുന്നു വീട്ടിൽ. നമ്മളൊരു പക്ഷേ മൊബൈൽ എടുത്തിരിക്കുന്നുണ്ടാവും, അതാണ് അവർ കണ്ട് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ എന്നാൽ പോട്ടെ കുട്ടി മിണ്ടാതിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കും. നീ അത് വെച്ചിരുന്നു. കാര്യം അച്ഛനും അമ്മയ്ക്ക് വേറെ കാര്യങ്ങളുണ്ടാവും. അത് ആരുടെ കുഴപ്പമാണ്? ഇപ്പോൾ കുഴപ്പം കുട്ടിയുടെ അല്ല, കുട്ടിക്ക് എന്തറിയാൻ അറിഞ്ഞിട്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ട്രിക്സ് എല്ലാം അല്ലെങ്കിൽ ചെറിയ വളഞ്ഞ വഴിയൊക്കെ എടുക്കും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താൽക്കാലികമായിട്ട് അന്നത്തെ ആ ഒരു സമയത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് അഡിക്ഷനായി മാറും കുട്ടികൾക്ക്. ഇതാണ് സംഭവിക്കുന്നത്. സോ നേരെ മറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ആ കുട്ടിയെ വേറെ രീതിയിൽ എൻഗേജ് ചെയ്യുക. എന്തിനാ നമ്മൾ മൊബൈൽ കൊടുക്കുന്നേ? പുസ്തകം കൊടുത്തൂടെ? ഭഗവാനെക്കുറിച്ച് പറയുന്ന എത്രയോ കുട്ടികൾക്ക് വായിക്കാവുന്ന പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്. ഈവൻ ബെറ്ററാണ് എന്തെങ്കിലും ഗെയിം, നോർമലായിട്ടുള്ള ബുദ്ധി വികസിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ അറ്റ്ലീസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഗെയിം എന്ന് പറഞ്ഞാൽ മൊബൈലിലെ വീഡിയോ ഗെയിമിൻ്റെ കാര്യമല്ല പറയുക. അതുകൊണ്ട് ബുദ്ധിയൊന്നും വികസിപ്പിക്കാൻ പോകുന്നില്ല, ഉള്ള ബുദ്ധി നശിക്കുകയേ ഉള്ളൂ. സോ നമ്മൾ നല്ല എക്സാമ്പിളായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറുക്ക് വഴികളോ എളുപ്പ വഴികളോ നോക്കാൻ പാടില്ല. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അത് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രോപ്പർലി ഫോളോ ചെയ്യാൻ നോക്കുക, എന്നിട്ട് മറ്റുള്ളവർക്കൊരു
നല്ല എക്സാമ്പിളായി മാറുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 5 ശ്ലോകങ്ങൾ ഇതുവരെ പഠിച്ചു ഇന്ന് നമ്മുടെ ഈ കൃഷ്ണകഥാമൃതം ക്ലാസ്സുകളിലായിട്ട്. എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഇതേപോലെ ഒരുപാട് ലെസൺസ് ഉണ്ട് ഭഗവത്ഗീതയിൽ. സോ ഭഗവത്ഗീത മുഴുവനും നമ്മൾ പഠിച്ച് അതിലെ തത്വങ്ങൾ മനസ്സിലാക്കി നമ്മളത് ജീവിതത്തിൽ ആചരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ ശുദ്ധഭക്തരായി മാറും ഓട്ടോമാറ്റിക്കലി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും ചെയ്താൽ മതി. ഈ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ച കഴിഞ്ഞ എത്രയോ ആഴ്ചകളിലായിട്ട് പഠിച്ച 5 കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്താൽ തന്നെ നമ്മൾ എവിടെയോ എത്തും. സോ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പറയുന്ന ഇതൊന്നും അപ്ലിക്കബിൾ അല്ല എന്നല്ല, എനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയാം. കാര്യം പറയാൻ എളുപ്പമാണ്, ചെയ്യാനാണ് ബുദ്ധിമുട്ട്. സോ നമ്മൾ എല്ലാവരും ഒരേ പാതയിൽ പോകുന്നവരാണ്, ഒരേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. സോ അതുകൊണ്ട് ഭഗവാന്റെ ഈ നിർദ്ദേശം പാലിക്കുക, നല്ലൊരു ഉദാഹരണമായി മാറുക മറ്റുള്ളവരുടെ മുമ്പിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्री भगवद गीता की जय, श्रीला प्रभुपाद की जय, गौर भक्त वृंद की जय, श्री राधा श्याम सुंदर की जय, श्री वृंदावन धाम की जय, गौर प्रेमानंद. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभुजी, हरे कृष्ण. हरे कृष्ण प्रभुजी. हरे कृष्ण. हरे कृष्ण प्रभुजी. हरे कृष्ण.